റിക്കറൻറ്റ് സിൻകോപ്പി, ആവർത്തിച്ചുള്ള തലകറങ്ങി വീഴൽ. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രദീപ് ജോസഫ് കറ്റം, ആലുവ രാജഗിരി ആശുപത്രിയിലെ ന്യൂറോളജിസ്റ്റാണ്. കൗമാരപ്രായത്തിലുള്ള കുട്ടികളിൽ ഇടയ്ക്കിടെ തലകറങ്ങി വീഴുന്നത് പലപ്പോഴും രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തുന്ന ഒരു ലക്ഷണമാണ്. ഇത് മസ്തിഷ്കത്തിലേക്കുള്ള രക്തയോട്ടം താൽക്കാലികമായി കുറയുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിൻകോപ്പി. മിക്ക സിൻകോപ്പികളും ട്രാൻസിയൻറ്റ് ആൻഡ് ഹാംലെസ് ആണ്. സാധാരണയായി വാസോ വേഗൽ സിൻകോപ്പ്, രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പവും താൽക്കാലികമായി കുറയുന്ന അവസ്ഥ. സിറ്റുവേഷണൽ സിൻകോപ്പ്, മൂത്രമൊഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആഞ്ഞ് ചുമയ്ക്കുമ്പോൾ സിൻകോപ്പി ഉണ്ടാവാം. ഷുഗർ കുറയുക, രക്തക്കുറവ്, അനീമിയ ഉള്ളവരിൽ, സ്ലീപ്പ് ഡിപ്രിവേഷൻ, ഉറക്കം കുറഞ്ഞവരിൽ, നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഉള്ളവരിൽ, കഠിനമായ തളർച്ച ഉള്ള അവസ്ഥകളിൽ, സ്ത്രീകളിൽ ഹോർമോൺ ചേഞ്ച് ഉള്ളപ്പോൾ എല്ലാം സിൻകോപ്പി ഉണ്ടാകാവുന്നതാണ്. മൈഗ്രെയിൻ, എക്സ്ട്രീം ആങ്സൈറ്റി ഇവയെല്ലാം സിൻകോപ്പിക്ക് കാരണമാകാം. ഇത്തരം ഗൗരവം കുറഞ്ഞ കാരണങ്ങളാണ് കൂടുതൽ സാധാരണയായി ഉണ്ടാവുക. എന്നാൽ ചിലപ്പോൾ റിക്കറൻറ്റ് സിൻകോപ്പി ഗുരുതരമായ ഹൃദയ അല്ലെങ്കിൽ മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങളുടെ കാരണമായി ഉണ്ടാവാം. എന്തൊക്കെയാണ് ഈ അപകടകരമായ കാരണങ്ങൾ? TIA, ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക്, ഒരു മേജർ സ്ട്രോക്കിൻ്റെ സൂചനയാവാം. എപ്പിലെപ്റ്റിക് സീഷേഴ്സ്, ചിലതരം അപസ്മാര രോഗങ്ങൾ സിൻകോപ്പി പോലെ അനുഭവപ്പെടാം. തലയ്ക്കകത്ത് മർദ്ദം കൂടുന്ന, ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്ന അവസ്ഥ സിൻകോപ്പി പോലെ അനുഭവപ്പെടാം. അത് പൊതുവെ ട്യൂമറുകൾ ഉള്ളവരിൽ, തലയ്ക്കകത്ത് ബ്ലീഡിംഗ് ഉള്ളവരിലാണ് സംഭവിക്കുക. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹാർട്ട് താളം തെറ്റിയടിക്കുന്ന അരിത്മിയകൾ, കാർഡിയോമയോപ്പതികൾ, ഹാർട്ടിൻ്റെ വാൽവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെല്ലാം സിൻകോപ്പി എന്ന അവസ്ഥ ഉണ്ടാക്കാം. കൂടുതൽ ഗൗരവമുള്ള കാരണമുണ്ടോ എന്ന് നമ്മൾ ചിന്തിപ്പിക്കുന്ന റെഡ് ഫ്ലാഗ് സൈൻസ് എന്തൊക്കെയാണ്? ആവർത്തിച്ചുള്ള വീഴൽ, വീഴുമ്പോൾ പരുക്ക് പറ്റുന്നത്, വീഴുന്നതിന് മുമ്പ് നെഞ്ചുവേദന അല്ലെങ്കിൽ ഹൃദയമിടിപ്പിൽ വ്യത്യാസം അനുഭവപ്പെടുന്നത്, കിടന്ന കിടപ്പിൽ ബോധം നഷ്ടപ്പെടുന്നത്, കുഴഞ്ഞു വീണ് മരിക്കുക, സഡൻ കാർഡിയാക് ഡെത്തിൻ്റെ കുടുംബ പാരമ്പര്യമുള്ളവർ, വീണതിന് ശേഷം ബോധം തിരിച്ചു വരാൻ കൂടുതൽ സമയമെടുക്കുമ്പോൾ, വീഴ്ചയോട് കൂടി ന്യൂറോളജിക്കൽ ലക്ഷണങ്ങൾ വരിക, വീഴ്ചയോട് കൂടി മുഖം കോടുക, നാവ് കുഴയുക, ഡബിൾ വിഷൻ വരിക, കൈകാൽ ബലക്കുറവ് വരിക, ഇത്തരം ന്യൂറോളജിക്കൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം റെഡ് ഫ്ലാഗ് സൈൻസ് ആണ്. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിച്ച് വിശദമായ പരിശോധനകൾ ചെയ്ത് ഇതൊരു അപകടമില്ലാത്ത സിൻകോപ്പിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ശരിയായ വിലയിരുത്തലും ചികിത്സയും നൽകിയാൽ മിക്ക സിൻകോപ്പി കേസുകളും സുരക്ഷിതമായി നിയന്ത്രിക്കാനാവും. നന്ദി. തലകറങ്ങി വീഴൽ അവഗണിക്കരുത്.